ഗൈസ് നമ്മളിപ്പോൾ മൗസ് നമ്മൾ പറഞ്ഞ പോലെ കീബോർഡിൻ്റെ മൗസിൻ്റെ ഒക്കെ വെച്ച് നമ്മൾ മൊബൈൽ PC ആക്കി കളിക്കുക. ഇത് ഒരു വീഡിയോ ഇട്ടിരുന്നു, ജോഗിങ് വീഡിയോ കാണാത്തവരൊന്ന് കാണുക. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മൗസ് പ്രോ വെച്ച് സംഭവങ്ങൾ ആഡ് കമ്പോണൻറ്റ് ആഡ് ഗെയിം കൊടുത്തിട്ട് നമ്മൾക്ക് ഇതുണ്ടോ ഇതുപോലത്തെ ഗെയിംസൊക്കെ ഉണ്ട്. നമുക്ക് ഗെയിംസ് ഇങ്ങനെ അപ്ലൈ കൊടുക്കാം. ഇതെടുത്തിട്ട് അപ്ലൈ കൊടുത്താൽ മതി. കാര്യം നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടെല്ലാം റെഡിയാക്കി നമ്മൾ മൗസ് ബ്ലൂടൂത്ത് മൗസ് ആണെങ്കിൽ നല്ല കേസ്. ബ്ലൂടൂത്ത് മൗസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാക്കാം. ബാക്കി നമുക്ക് വേണ്ടെന്ന് പെട്ടെന്ന് ചെറുതായിട്ട് പറയാം. ഒരു കീബോർഡ്, മൗസിൻ്റെ മൗസ് പാഡ്, പിന്നെ നമ്മൾ ഈ ചാർജിങ് പോർട്ടുള്ള സംഭവമുണ്ട്, ഈ സംഭവം കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല അതിനോട് വെച്ചിട്ട് നമ്മൾ മൗസ് പ്രോ എന്ന് പറഞ്ഞ മൗസ് പ്രോ 3 പിന്നെ പെർമിഷനൊക്കെ കൊടുത്ത് റെഡിയാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നപോലെ വരും. പിന്നെ സ്റ്റാർട്ട് ഗെയിം കൊടുത്താൽ കളിക്കാവുന്നേ ഉള്ളൂ. പിന്നെ പെർമിഷൻസൊക്കെ ഒരുപാടുണ്ട്, കുറച്ചൊക്കെ പെനയാണ്. അത് കുഴപ്പമില്ല, മാക്സിമം നോക്കുക. ഞാൻ ആദ്യം ചെയ്തപ്പോൾ തെറ്റി, രണ്ടാമത് ചെയ്തപ്പോൾ തെറ്റി, മൂന്നാമത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ റെഡിയാക്കി യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ട്യൂട്ടോറിയൽ കാണല് അത് ബോറാണ്, കണ്ടിട്ട് ഒരു ഗുണവും ഇല്ല. നമ്മൾ മാക്സിമം നോക്കുകയാണെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലെ കളിക്കാം. ഇതുകൊണ്ടോ ഇതുപോലെ കളിക്കാൻ പറ്റുന്നു. ഏത് കീബോർഡാണെങ്കിലും കളിക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ എന്ത് ഇതാണെങ്കിലും കളിക്കാൻ പറ്റും. ഇതുപോലെ കളിക്കാൻ പറ്റും. ഏത് കീബോർഡായാലും മതി. ഇന്ന് സ്പെസിഫിക് കീബോർഡ് വേണമെന്നില്ല, ഏത് കീബോർഡായാലും മതി. ബ്ലൂടൂത്ത് കീബോർഡ് അയക്കാനുള്ള, ബട്ട് വയർ കീബോർഡ് ആണെങ്കിൽ ഏതായാലും മതി. വലിയ കീബോർഡാണ് ഇരിക്കുന്നത്, പക്ഷെ കുറച്ച് ഇതാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. കുറച്ച് പ്രാക്ടീസ് ആണ്, ഭയങ്കര പാടാണ്. ഫ്രീ ഫയർ കളിക്കാൻ മാത്രം ഭയങ്കര പാടിത്. DB Legends എന്ന് പറഞ്ഞ ഗെയിമുണ്ട്, അത് കളിക്കാൻ എളുപ്പമാണ്, കുഴപ്പമില്ല. എല്ലാം പെട്ടെന്ന് മൗസ് എടുത്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് കളിക്കാൻ പറ്റും. ഫ്രീ ഫയർ കുറച്ച് ചടങ്ങായിട്ടുള്ള പാടാണ്. എന്തിനാണ് ബൈ.